ഹലോ. അപ്പോൾ നമ്മൾ ഈവനിങ് ഓഫീസ് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിലോട്ട് പോയി. അപ്പോൾ അവൾ മുഖത്ത് എന്തൊക്കെയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ചോദിച്ചപ്പോൾ ടാൻ മാറാനാണ്. അപ്പം ഞാനും കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം കഴുകിയപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ അഴുക്കളയിൽ പോയ പോലൊരു തോന്നൽ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടി ടീച്ചനാരിയിലോട്ട് പോയി. എന്ന് വെച്ചാൽ കോയമ്പത്തൂർ. വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പം അവൾക്ക് അവിടെ നടത്തത്തിന് ഇച്ചിരി ആട്ടം കൂടി. അങ്ങനെ കുണുങ്ങി നടന്ന് നമ്മൾ ഈച്ചനാരി ചെന്നത് ഈച്ചനാരി പോയത് ചിക്കൻ കടയിലാണ്. ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഞങ്ങൾക്കല്ല, പട്ടിക്ക്. നമുക്കവിടെ 2 ഡോഗുണ്ട്. അപ്പോൾ അവർക്ക് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് എൻ്റെ ഹോസ്റ്റലിൽ വന്നിട്ട് നമ്മൾ ദോശയും ഉണക്കമീൻ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്യത്തില്ലേ, അത് കണക്ക് വെക്കാമെന്ന് പറഞ്ഞു. ഗൈസ് ചട്ടി കണ്ടിട്ടൊന്നും വിചാരിക്കരുത്, ഹോസ്റ്റലിലെ ചട്ടിയൊക്കെ ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ സാധാ രീതിയിൽ എണ്ണ ഇട്ടിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉള്ളിയും സവാളയൊക്കെ ഇട്ട് പൊടികൾ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് ഉണക്കമീൻ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഫ്രൈ ആക്കി എടുക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ നാട്ടിൽ ഇതിന് പറയുന്ന കരിവാടെന്നാണ് ഗൈസ്. ഇവള് ട്രിവാൻഡ്രംകാരിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിലൊക്കെ ഇതിന് ഉണക്കമീൻ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അത് ഒന്ന് കുറച്ച് റെഡിയായിട്ട് വന്ന് നമ്മൾ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഉണക്കമീനും ഇട്ട് ഒന്ന് പുരട്ടിയെടുത്ത്, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ദോശയും ചുട്ട് കഴിച്ചിട്ട് അവൾ അവിടെ ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് സിനിമ കാണാൻ പോകണം അത്രയെന്ന്. അങ്ങനെ നമ്മൾ നൈറ്റ് സെക്കൻഡ് ഷോയ്ക്ക് ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് തിയേറ്ററിലൊക്കെ ചെന്ന് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ 2 എണ്ണം ഉണ്ടായിരുന്നു. അതുങ്ങൾ വരാൻ താമസിച്ചു. ഫിലിം കുഴപ്പമൊന്നുമില്ല. ഫിലിം തുടങ്ങി സോങ് വന്നപ്പോഴത്തേക്ക് കൂടെ വന്ന് 2 എണ്ണം കിടന്ന് തിയേറ്ററിൻ്റെ നടുക്ക് കിടന്ന് ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ അഹങ്കാരമല്ലേ ഗൈസ്? എന്നിട്ട് അവരുടെ ഡാൻസും കണ്ട് ഷോയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാൻ വേണ്ടി പോയി. പിന്നെ അകത്ത് കിടന്ന് കാണിച്ച തിയേറ്ററിൻ്റെ അടുത്ത് കിടന്ന് കാണിച്ച ഷോയുടെ ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയില്ല. റോഡിലും കിടന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവന്മാരുടെ പട്ടി ഷോയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോയി. അത്രയേ ഉള്ളൂ ഗൈസ്.